ഹലോ, വെൽക്കം ബാക്ക് ഷാനമ്മസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് പായസം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് ഒരു പൂതി വന്നതാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ, കുറേ ആയി പെരുന്നാളിൻ്റെ അന്ന് തൊട്ടുള്ള പായസം ഉണ്ടാക്കലാണ്. പക്ഷെ എന്താണ് കേട്ടോ നടന്നത്, പായസം ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഉണ്ടാക്കണം വിചാരിക്കും, പക്ഷേ നടന്നിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് എനിക്കിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പായസം ഉണ്ടാക്കി കുടിക്കാനൊരു പൂതി വന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പായസം ഉണ്ടാക്കിയാലോ വിചാരിച്ചതാ ഉണ്ടാക്കാൻ പോവാണ്. പാല് ഒഴിച്ചു, പിന്നെ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വീഡിയോ എടുക്കാനൊന്നുള്ളൊരിത് വന്നിട്ടില്ലായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ തോന്നി, ഞാൻ പായസം ഉണ്ടാക്കുന്നൊരു രീതി നിങ്ങളെയും കാണിച്ചാലോ വിചാരിച്ചിട്ട് എടുത്താൽ കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെയാണ് വറവ് സേമിയ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെ യൂസ് ചെയ്യുക എന്ന് തോന്നുന്നു. വറവ് സേമിയ അല്ലാത്തയും ഉണ്ട് കേട്ടോ. അപ്പോൾ പായസം വെക്കാൻ എപ്പോഴും നല്ലത് വറവ് സേമിയ ആയിരിക്കും കേട്ടോ. വറുക്കാത്ത സേമിയ എടുക്കുന്നതിനേക്കാളും നല്ലത് വറവ് സേമിയാണ്. കാരണം വേവ് കൂടിപ്പോയാലും പ്രശ്നമില്ല വറവ് സേമിയാണെങ്കിൽ കേട്ടോ. വറവല്ലാത്തത് വറുത്തിട്ടില്ലല്ലോ, അപ്പോൾ കൂടുതലൊരു വേവ് കൂടിയതുപോലെ ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ടൊക്കെ തോന്നും. അപ്പോൾ നല്ലത് വറവ് സേമിയ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്നുള്ളത് അറിയുന്നവർ കമൻ്റ് ഇട്ടോ. ഞാൻ അറിയില്ല ലാസ്റ്റ് പേര് പറഞ്ഞുതരാം. പിന്നെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് കേട്ടോ അത്. അപ്പോൾ വാങ്ങിച്ച് കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉപ്പിലിട്ടതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതും കഴിക്കുന്നുണ്ടായിരുന്നു, അത് ജസ്റ്റ് കാണിച്ച് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ക്ലിയർ ഉണ്ടോ എനിക്കറിയില്ല, ക്ലാരിറ്റി കുറവുണ്ടോയെന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങളോട് പറയാൻ മറന്നുപോയി ഞാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതേപോലെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളടുത്ത് ഒരു ഉപകാരങ്ങൾ കിട്ടിയാലോ. അപ്പോൾ ഞാനിതാ വറവ് സേമിയ ഇടാൻ വേണ്ടി പോകട്ടോ. ഇങ്ങനെ ഡൗട്ട് അടിച്ചിട്ടോട്ടെ ഞാൻ ഇത് കുറച്ചുള്ള 500 കേട്ടോ ഈ സേമി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇതിപ്പോൾ എല്ലാം വേണ്ടി വരൂലേ എന്നുള്ളതാണ് കേട്ടോ സ്പീഡ് കുറവ് നിങ്ങൾ കണ്ടത്. അതിൻ്റെ ഇടയിൽ ഉമ്മ പറയുന്നുണ്ട് ഇട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന കൂടി പോകുന്നത്, അപ്പോൾ ഞാൻ ഫുള്ള് ഇട്ടു. അതാണ് നിങ്ങളെ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. എങ്ങാനും കൂടിപ്പോയാൽ കുടുങ്ങിയില്ലേ. വീട്ടിലങ്ങനെ ഒരുപാട് പേരൊന്നുമില്ലല്ലോ, ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പം അതിനുള്ള പായസം മതിയല്ലോ വിചാരിച്ചിട്ട് ഉണ്ടാക്കല്ലേ. പിന്നെ ഞാനിതൊക്കെ ആലോചിച്ച് നിന്നപ്പോഴേക്ക് സേമിയ അതടാ കട്ട പിടിച്ച് പണി വാളിപ്പോയി. അപ്പം ഇങ്ങനെ അതൊക്കെ സെറ്റായി വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അത് ആലോചിച്ചോട് കൂടിയിട്ട് സേമിയയുടെ അടി പിടിക്കുന്നുള്ള, അടി പിടിച്ചിട്ടില്ല, മീൻസ് അത് ആ ഒരു പാലിലേക്ക് വീണ സമയത്ത് നമ്മളെ ഒരു ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ കട്ടായി പോകുമല്ലോ, അങ്ങനെ കട്ടായി പോയൊരവസ്ഥയാണ് കേട്ടോ. കുറേയൊക്കെ ഇങ്ങനെ ഇളക്കി ഇതാ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ഒരു ഇത്തിരി ഉപ്പിടുന്നുണ്ട്. അധികം പേരൊന്നും പായസത്തിൽ ഇടാത്തവരും ഉണ്ട്, ഇടുന്നവരും ഉണ്ട് കേട്ടോ. പായസത്തിൽ ഉപ്പിടണം. കാര്യം പറയുകയാണെങ്കിൽ പായസത്തിൽ ഉപ്പ് വേണം, അല്ലാണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഒരുപാടല്ല, ഒരു ഇത്തിരി ഉപ്പിൻ്റെ എന്താ പറയുക ആവശ്യമുണ്ട് കേട്ടോ പായസത്തിൽ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സേമിയ ഫുള്ളായിട്ടിട്ടപ്പോൾ ഒന്ന് കുറച്ചൊരു എന്താ പറയുക തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട് പായസം. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ കുറച്ച് ഞാൻ ചൂടുള്ള വെള്ളം കേട്ടോ, പച്ചവെള്ളം ഒന്നല്ല ഇനി ഒഴിച്ച് കൊടുക്കുന്നത്, ചൂടുള്ള ചൂട് വെള്ളം ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അതിൻ്റെ ആ ഒരു സ്ഥിതി അങ്ങോട്ട് മാറും. അപ്പോൾ പച്ചവെള്ളം ഒന്നും ഇനി ആരും ഒഴിക്കേണ്ട കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. പഞ്ചസാര യൂസ് ആക്കുന്നില്ല കേട്ടോ. ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെത് കുറച്ച് ബാക്കി വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബട്ടർ യൂസ് ചെയ്യണം കേട്ടോ. ബട്ടറും എത്ര എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഉമ്മാനോട് ചോദിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ബട്ടർ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയൊരു പീസായിരുന്നു. ഞാൻ ഓവർ ഈ നെയ്യ് കാര്യങ്ങൾ ഇതൊന്നും വേണ്ട വിചാരിച്ചിട്ട് ഒരിത്തിരി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതാ ഈ ഒരു ചെറിയൊരു പീസ് ഇടുന്നുള്ളൂ. നിങ്ങൾ പായസത്തിൽ ബട്ടർ ഇടാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇടാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബട്ടറൊക്കെ ഇട്ട് ഒന്ന്
പായസം ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇട്ടത് പോരാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉമ്മ ഇടാൻ പറഞ്ഞിട്ട് ഒരു 2-3 പീസ് അതേ വലുപ്പത്തിൽ വീണ്ടും ഞാൻ ഇട്ടിട്ട് ഒരു 3 പീസോളം പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി ഇടാൻ പറഞ്ഞതായിരുന്നു, പക്ഷെ ഞാൻ ഇട്ടില്ല. എല്ലാം കൂടെ നെയ്യൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കും എന്തായാലും. അപ്പോൾ ഒരുപാട് മധുരമായാലും നെയ്യായാലും ഒരുപാട് കഴിക്കുക നല്ലത്. പിന്നെ അതേ ബട്ടറിൽ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടിട്ട് കൊടുക്കണം കേട്ടോ. അതേ ഇപ്പം നേരത്തെ എടുത്ത അതേ പീസ് അത്ര എളുപ്പത്തിൽ തന്നെ എടുത്തത്. പിന്നെ അണ്ടിപ്പരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ചിരിക്കണ്ട, ഞാനൊരു മിസ്കീനായി പോയി അണ്ടിപ്പരിപ്പിൻ്റെ കാര്യത്തിൽ. ഒരുപാടില്ല, ഉണ്ട്. പക്ഷെ ഇനി അത് തിരഞ്ഞു പിടിച്ചെടുക്കുമ്പോഴേക്ക് നമ്മുടെ പായസം, ആഗ്രഹിച്ച പായസം അപ്പം തന്നെ ഉണ്ടാക്കി കുടിക്കണമല്ലോ. അപ്പോൾ അതല്ല അതിൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ ഇത്തിരി അണ്ടിപ്പരിപ്പേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തട്ടിക്കൂട്ട് പായസമല്ലേ, നമുക്ക് ഇതൊക്കെ മതി, അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അണ്ടിപ്പരിപ്പിലല്ലോ പായസത്തിലല്ലേ കാര്യം. അപ്പം ഞാനിതാ വറുത്ത് ഏകദേശം വറവൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോണതിൻ്റെ മുൻപ് തന്നെ ഞാനിതെടുത്തതിൽ പായസത്തിലേക്ക് തട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ മുന്തിരിയും ഞാൻ തിരയാനൊന്നും പോയില്ല. മുന്തിരിയും ഉണ്ടോ പക്ഷെ ഞാൻ തിരയാനൊന്നും പോയില്ല, ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടെന്ന് മാത്രമല്ലേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്നൊരാഗ്രഹം വന്നപ്പോൾ ഉണ്ടാക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുന്തിരിയൊന്നും ഇട്ടില്ല. അപ്പോൾ പായസമൊക്കെ ഇതാ അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ആ ഒരു അണ്ടിപ്പരിപ്പും ആ ഒരു ബട്ടറും കൂടെ അതിൽ ഒഴിച്ച സമയത്ത്, അങ്ങനെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ അതൊരു കപ്പെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യ്. അപ്പോൾ ഓക്കെ, ബൈ.